ഈശ്വര, അയാൾ എന്നെ കണ്ട കുഴപ്പമാവൂലോ. വല്ലതും ചോദിച്ചാ ഞാൻ എന്ത് പറയും? അകത്തുകാരവിടെ വേറെ വഴിയൊന്നുമില്ലേ? അകത്തുകാരൻ ഇപ്പൊ എന്താ വഴി? ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്ന? അയ്യോ, തലയിൽ എന്താ വന്ന് വീണത്? അയ്യോ, കാറിനെന്താ പ്രശ്നം? കാറിനെന്ത് പറ്റി? തന്നെത്താനെ സൗണ്ട് ഉണ്ടാക്കണം. ഇവിടെ ഇരുന്നില്ല. ഇനി ഇവിടെയാണോ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എന്താന്നത്? ഇത്രയും വലിയൊരു സൗണ്ട്. വണ്ടിയിലാണല്ലോ സൗണ്ട് കിട്ടിയത്. അയ്യോ, അനുവിന്റെ കാര്യത്തെ പറ്റി ഊർമിള പറഞ്ഞതാണ് സത്യം. അനു ഇവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഊർമിളെ, അനുവിന്റെ ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതിന് ഇത്രയൊക്കെ പറയാൻ എന്തിരിക്കുന്നു? നിങ്ങൾ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അനുവിനെ ഞങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്തേനെ. ഒരു വാക്ക് പറയണ്ടായിരുന്നു മക്കളെ. ഇയാള് ഭയങ്കര സുഖപ്പീരാണല്ലോ. ആരെയും കയറി വഴിവാഷ് അടിച്ച് നല്ല ശീലമുള്ള ആളാന്ന് തോന്നുന്നു. അനു പറഞ്ഞ പോലെ ആളെത്ര ശരിയല്ല. നോട്ടും ഭാവം കണ്ടറിയാം. അനുവിന്റെ അമ്മയ്ക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കല്യാണം കഴിക്കാൻ? അല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടോ? ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി വരുന്നതേ ഉള്ളൂ. അതെ, പലതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോവാം. അനുവിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞങ്ങൾ പോവാം. പക്ഷേ അവള് പോയ ബന്ധുവീടിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി? അങ്കിൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ പോലെ ഞങ്ങൾക്ക് തോന്നിയത്. ആ ലൊക്കേഷൻ മാപ്പ് തന്നൊന്ന് സഹായിച്ചൂടെ? ലൊക്കേഷൻ മാപ്പ് തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അനു ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാ പോയിരിക്കുന്നെ. അവിടെ തെരഞ്ഞു പോയി ശല്യം ചെയ്യരുത്. അമ്മേ, ഈ സംസാരം ശരിയല്ല. അനുവിനെ ഫോണിൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അമ്മയെ വിളിച്ചപ്പോ റെസ്പോണ്ട് ചെയ്യാറുമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ മറ്റൊരിടത്തേക്ക് പോയെന്ന് പറയുന്നു. മൊത്തത്തില് നിങ്ങൾ പറയുന്നതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് തിരിച്ചു പോവാം. അപ്പൊ അനുവിനെ കാണാൻ നിങ്ങൾ ഞങ്ങളെ സമ്മതിക്കില്ല? നോ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അനുവിനെ റിമൂവ് ചെയ്തേക്ക്. അനുവിനെ ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. എന്ത്? അനുവിനെ സിംഗപ്പൂർ കൊണ്ടുവന്നോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, പോവാം. നിങ്ങൾ ടെൻഷൻ ആവണ്ട. അനു വരട്ടെ. വന്നു കഴിയുമ്പോ ഞാൻ അവളെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാവും. ഇപ്പോ നിങ്ങൾ പൊക്കോ. വാ, പോവാം. അവർക്കെന്തെങ്കിലും സംശയം തോന്നിയോ? ഏയ്, അവർക്കൊരു സംശയം തോന്നിയിട്ടില്ല. അവരോട് നമ്മളെടുത്ത സമീപനം വിജയിച്ചു. ഇനി അവർ വന്ന വഴിയെ തിരികെ പൊക്കോളും.
അനു ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ലല്ലോ. അനുവിന്റെ അമ്മയും അങ്കളും പറഞ്ഞത് വിശ്വസിക്കേണ്ട അവസ്ഥയിലായി നമ്മള്. നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നിട്ട് അനുവിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അനു ഇവിടെ ഇല്ലാന്ന് അനുവിന്റെ അമ്മ ഫോണില് നമ്മളോട് പറഞ്ഞതല്ലേ. അപ്പൊ തിരിച്ചു പോകാനാ നമ്മള് തീരുമാനിച്ചത്. അപ്പൊ അവനാ നമ്മൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അവനെവിടെ? ആരവിടെ? ഇവനത് എവിടെ പോയി? ആരവിനോട് വണ്ടി ഇരിക്കാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് അവൻ എങ്ങോട്ടേ ഇറങ്ങി പോയത്? അവൻ എങ്ങോട്ടെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോയോ? അയ്യോ, എന്നാ പ്രശ്നോ? ഈ സ്ഥലത്ത് ആരെങ്കിലും ആരവിനെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിനെ അറിയിച്ചാ എല്ലാം കൈവിട്ടു പോവും. ഈ സമയത്ത് ഇവൻ എന്ത് പണിയാ കാണിച്ചേ? ആരവിനെ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? നമുക്കിവിടെ വെയിറ്റ് ചെയ്യണോ? അവൻ എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. കൂട്ടുകാരിയെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ചേട്ടാ, അനു ഏത് ബന്ധു വീട്ടിലാ പോയെന്ന് ചേട്ടനറിയാമോ? എനിക്കറിയില്ല. ചേട്ടൻ ഈ വീട്ടിലെ ഡ്രൈവർ അല്ലേ? അനുവിനെ ബന്ധുവീട്ടില് ചേട്ടനായിരിക്കുമല്ലോ കൊണ്ടുപോയത്. അപ്പൊ ചേട്ടൻ ആ വീട് അറിയില്ലേ? ഇവിടെ ഞാൻ മാത്രമല്ല ഡ്രൈവറായിട്ടുള്ളത്, വേറെയും 2 പേരുണ്ട്. ആഴ്ച തോറും ഡ്രൈവേഴ്സ് മാറും. വേറെ ഡ്രൈവറായിരിക്കും അനുമേടത്തെ കൊണ്ടുപോയത്. എന്തായാലും ഞാനല്ല. നിങ്ങൾ ഈ വണ്ടി ഇവിടെ നിർത്ത് മാറണം. വണ്ടി മാറ്റാം. ഞങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ പുള്ളി വന്ന ഉടനെ വണ്ടി എടുത്തോളാം. അതൊന്നും പറ്റില്ല. മേഡമോ സാറോ കണ്ട എന്നെ വഴക്കുറയും. നിങ്ങൾ ഈ വണ്ടി എടുത്ത് മാറ്റ്, പെട്ടെന്ന് എടുത്ത് മാറ്റ്. ഞങ്ങളെ വണ്ടി ഇവിടെ സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യാൻ വന്നവരല്ല. അതിന് ചേട്ടൻ എന്തിനാ ചൂടാവണേ? കുറച്ചു നേരം ഈ വണ്ടി ഇവിടെ കിടന്നെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? നിങ്ങളോട് ഈ വണ്ടി എടുത്ത് മാറ്റാനല്ലേ പറഞ്ഞത്? ഗേറ്റിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, എടുത്ത് മാറ്റ്. ഗേറ്റിന് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലേ അങ്ങനെ ഒരു ബോർഡ് എഴുതി തൂക്കിക്കൂടെ? ചേട്ടാ, ഞങ്ങൾ ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നവരല്ല. നിങ്ങൾ എനിക്ക് പണി ഉണ്ടാക്കാതെ ഈ വണ്ടി എടുത്ത് മാറ്റ്. ഓ, മാറ്റിക്കോളാം. കേറടി. അല്ല, ആരോ വന്നാലോ? അവൻ കറങ്ങാൻ പോയതായിരിക്കും. പോകുന്ന വഴി അന്വേഷിക്കാം. Ah.